ഒരുപക്ഷെ ഞങ്ങളേറെ അദ്ദേഹത്തെ അടുത്തറിയാവുന്ന കർത്തദാസന്മാരാണെന്ന് ഓരോരുത്തരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നിരുന്നാലും ഞങ്ങൾക്കിടയിലുള്ള സ്നേഹവും ബന്ധവും ഒരു ഇടയിലുള്ള ആത്മബന്ധം ഞങ്ങൾക്കിടയിലുണ്ട്. എന്നെ വാസ്തവത്തിൽ കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട ഷിജിമോൻ ദാസൻ. അങ്ങനെ ഓർമ്മശരീരയിൽ കോവിഡ് കാലഘട്ടങ്ങളിൽ ആരംഭിച്ച ഈ പ്രവർത്തനത്തോട് ചേർന്ന് ഫേസ്ബുക്ക് ലൈവുകളിലൊക്കെ ദൈവത്തിന് സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് തൊടുപുഴയിൽ വണ്ണപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഭവനത്തിൻ്റെ പ്രതിഷ്ഠയോടുള്ള കഥയിൽ അവിടെ വെച്ച് ഞങ്ങൾ നേരിട്ട് കണ്ടു, സംസാരിച്ചു, മാതാവിനെ പരിചയപ്പെട്ടു. അന്ന് മുതൽ തുടങ്ങിയ ആ ആത്മീയ ബന്ധം ഇന്നോളം ദൈവം നിലനിർത്തുന്ന പ്രത്യേകിച്ച് സഹോദരൻ ജോബി ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഒരു തെളിയ വിദ്യാർത്ഥിയാണ്. ആ നിലയിൽ ദൈവത്തിനെ പഠിക്കാൻ വന്നതാണ് കൂടുതൽ ഉള്ള ബന്ധങ്ങൾക്കും കൂടുതൽ ഇടപെടുന്ന അവസരങ്ങളും ദൈവം നൽകിയത്. ആ കുടുംബത്തെ വാർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വേദിയിൽ അപേക്ഷ കൂടാതെ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്ന ആ കുടുംബത്തെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന കർത്തദാസനെ കരങ്ങളുയർത്തി ശ്രീപാസ്റ്ററൊക്കെ ഞങ്ങളുടെ വിദ്യാർത്ഥികളാണ്. അവരെ കുറിച്ച് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകളുണ്ട്. ഒഴികെയും സ്തോത്രം പറയുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുകയും ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും കാണുവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ ഈ സമ്മേളനത്തിൽ ഭാഗമാക്കാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷം. ഞാൻ പ്രേമദാസ് വകയിലാണ് കേട്ടുപോയി. വലിയ മനുഷ്യനാണ് പ്രേമദാസ് പ്രത്യേകം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വർഷങ്ങളുടെ സ്നേഹം പരിചയമുണ്ട്. അദ്ദേഹവും എനിക്കേറ്റ് വേണ്ടപ്പെട്ട എല്ലാവരും അനുഗ്രഹിക്കുന്നത് എല്ലാവരെയും നിങ്ങളാൽ പ്രത്യേകം ഞാനും ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ അടുത്ത് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ദേവദാസന്മാരായ നിങ്ങളുടെ കൂട്ടായ്മ വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായ ഒരു കൂട്ടായ്മയാണ്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി നമുക്കിടയിൽ ഒരു ഐക്യത രൂപപ്പെടുക എന്ന് പറയുന്ന വലിയ പ്രയാസമുള്ള സാഹചര്യമാണ്. എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് എല്ലാവരും അവരുടേതായ തിരക്കുകളിൽ ജീവിക്കുന്നതിനിടയിൽ സുവിശേഷീകരണപരമായ ലക്ഷ്യത്തോടുകൂടെ ഒരു കൂട്ടം ആളുകളെ ഒരുമിപ്പിക്കുക എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ദേവദാസന്മാരുടെ വളരെ ശ്രമകരമായ. എന്നാൽ അതിലെ പ്രശംസനീയർഹമായ നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് നിശ്ചയമായി നിങ്ങൾ ഓരോരുത്തരും കാഴ്ചവെക്കുന്നത്. പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ അതുപോലെ നേരിട്ടും ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ദൈവം അവസരം ലഭിക്കുന്നുണ്ട്. ഈ പ്രവർത്തനം മുന്നോട്ട് പോകട്ടെ. ആകാശപരമായിട്ട് തുടങ്ങിയത് ഒരു ബെൻസ് പോലെ ഓടട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഞങ്ങളുടെ പ്രവർത്തകരുടെയും ഒക്കെ എല്ലാ നിലയിലുള്ള ആശംസകളും അനുമോദനങ്ങളും ഈ പ്രവർത്തനത്തിൽ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഏതാണ്ട് ഒരു നല്ല സമയം ദേവദാസനെ ഞാനൊരു മാക്സിമം ഒരു സമയമാണല്ലോ എൻ്റെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് ഒരു അരമണിക്കൂർ മാക്സിമം 45 minutes ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ദേവദാസനോട് പറഞ്ഞ സമയം എനിക്കൊരു ഉപവാസ പ്രാർത്ഥനയുടെ ഒരു ഫീൽ പോകുന്നു. ഏതായാലും നിങ്ങളിവിടെ സഹകരിച്ചാലേ പറ്റുള്ളൂ. ഇതിനകത്തിരിക്കുന്നതെല്ലാം കൊല വന്ന പാടുകളാണെന്ന് എനിക്കറിയാം. അതിൻ്റെ തൊട്ടുകൊണ്ട് ഉണങ്ങൊക്കെ വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രീഭാഷൊക്കെ പറഞ്ഞ പോലെ വളരെ നടന്ന മീറ്റിങ്ങും 2 മണിക്കൂറൊക്കെ ഒരുമിച്ച് ആത്മീയ സന്തോഷം അനുഭവിച്ചതുപോലെ ഈ സമ്മേളനത്തിൽ കിട്ടുകയെന്ന് എനിക്കറിയാം. അതൊരു സ്തോത്രമൊക്കെ EMI ആയിട്ട് വിടുന്ന ആളുകളാണ് ഇതിനകത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ സഹകരിച്ചെങ്കിൽ മാത്രമേ എൻ്റെ പ്രസംഗം ഡെവലപ്പ് പറ്റുള്ളൂ. ദേവദാസൻ പറഞ്ഞ സമയത്തോട് നീതി പുലർത്തണമെങ്കിൽ അത് ഞങ്ങൾക്കിടയിലുള്ള ഒരു പൊതുധാരണയാണ്. എനിക്ക് തോന്നുന്നില്ല അത്രയും സമയം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിലും അദ്ദേഹം പറഞ്ഞ സമയത്തോട് നീതി പുലർത്തിയും ഈ സമ്മേളനത്തിൻ്റെ ഒരു പൊതു സ്വഭാവം നമ്മുടെ ഈ കാലാവസ്ഥയുടെ എല്ലാ സാഹചര്യങ്ങളെയും ഒക്കെ ഉൾക്കൊണ്ട് ഞാൻ പരമാവധി ഒരുപക്ഷെ അദ്ദേഹം തന്നതിന് നേരത്തെ തന്നെ നടത്താൻ ഞാൻ പരമാവധി ശ്രമിക്കുക. ഇനി നിങ്ങൾ സഹകരിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കും. കാരണം വെച്ചാൽ ഞാൻ പ്രതീക്ഷിക്കുള്ളൂ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ കൊല്ലം ദൈവസത്തിലായിരിക്കാം. ദൈവത്തിന് അതിനെ കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യാൻ കഴിയുന്ന ജീവിതത്തിലെ മഹാഭാഗ്യമാണ്. അത് പ്രസംഗിക്കാൻ കഴിയുന്നത് അതിലുപരി ഭാഗ്യമാണ്.
നിശ്ചയമായിട്ടും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന തുടർന്നുള്ള സമയങ്ങളിൽ വിനയപൂർവ്വം ചോദിച്ചുകൊണ്ട് ഇതുവരെ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കേണ്ടതും പഠിക്കേണ്ടതും നിങ്ങൾ എല്ലാവരെയും ദൈവത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് ഞാൻ ക്ഷണിക്കുന്ന വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം ഗോസ്പലുകളെ കുറിച്ചാണ് കിലോ ആരെങ്കിലും ഒരാളെടുത്തത് വായിച്ച് സഹായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം. വായിച്ച ദേവദാസിക്ക് ഞാൻ സ്തോത്രം പറയുന്നു. ഒരിക്കൽ കൂടെ ഞാൻ ഭാഷയിൽ വായിക്കാം. അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ആ വാക്യത്തിൻ്റെ അവസാന ഭാഗം ഒന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ പതിയണം. ഒരുപക്ഷെ ദേവദാസന്മാരാണ്, നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന വാക്യമാണ്. എങ്കിലും കൂടെ നിങ്ങളുടെ ശ്രദ്ധ മനസ്സാക്ഷിയിൽ മൊത്തത്തിൽ നിർത്താൻ ആ വാക്യത്തിൻ്റെ അവസാന ഭാഗം ഒരിക്കലൂടെ ഞാൻ പറഞ്ഞു, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്നാണ്. ചേർന്ന് പറയാമോ? ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. പ്രിയ പിതാവേ, പ്രിയരാഗനരികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് മുതൽ നോക്കുകയും തൊഴിൽ ശ്രമപ്പെടുകയും ഞങ്ങളെ നന്നായി തിരുത്തുന്ന ദൈവവചനത്തിൻ്റെ ശക്തിക്ക് മുമ്പിൽ ഞങ്ങൾ വിധേയപ്പെടുകയും ചെയ്തു. ഈ വലിയ വചനം ഞങ്ങളെ തിരുത്തണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവത്തോട് ഞങ്ങളെ പ്രതിയും വചനത്തിൻ്റെ ശക്തി ബലത്തോടെ എഴുന്നേൽപ്പാൻ ദൈവാത്മാവ് ഞങ്ങൾക്ക് കൃപ പകരേണ്ടതിന് അവിടുത്തെ മഹത്തായ കൃപയ്ക്കായി ഞങ്ങൾ കർത്താവിനെ ചെയ്തതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ശ്രദ്ധയും നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ജീവിതത്തിന്റെ ചരിത്രം നമുക്ക് ലഭ്യമാകുന്നത് പ്രധാനപ്പെട്ട 4 സുവിശേഷങ്ങളാണ്. യഥാക്രമം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഓരോ സുവിശേഷകന്മാരും വ്യത്യസ്തമായ നിലകളിൽ നിന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം ചമയ്ക്കാൻ രചിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാവുന്ന യാഥാർത്ഥ്യം. കൂടുതൽ വിശദീകരണങ്ങളിൽ ആവശ്യം അവിടെ ഇല്ല. അത് സാന്ദർഭികമായും ശരിയല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ആയതുകൊണ്ട് അതിവേഗത്തിൽ അതിന് ഗൗരവമായ ഭാഗങ്ങളിലേക്ക് കടക്കുക. ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത വളരെ ലളിതമായ ഒരു സുവിശേഷം. ഇതിനറിയപ്പെടുന്നത് പാപങ്ങളുടെ സുവിശേഷമാണ്. കാരണം അതിനകത്തുള്ള കണ്ടന്റ് അനുസരിച്ച് അന്നത്തെ കാലത്ത് പലസ്തീനായി ജീവിച്ചിരുന്ന സാധാരണക്കാരായ ഒരു പക്ഷേ അതിലും താഴെയുള്ള ആളുകളോട് ഇടപെട്ട ക്രിസ്തുവിൻ്റെ സൗമ്യ മനോഭാവത്തെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ലൂക്കോസ് എന്ന ആള് ചരിത്രം രചിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു സുവിശേഷങ്ങളിൽ നിന്നുള്ള വ്യത്യാസം. ഈ സുവിശേഷത്തിനുള്ള എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് ലാളിത്യമായ ഭാഷയാണ്. ലാളിത്യ ഭാഷയായതുകൊണ്ട് നിശ്ചയമായിട്ടും ആ ഭാഷയ്ക്ക് ഒരുപാട് ഭംഗിയുണ്ട്. വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന, ഹൃദയത്തിൽ ആഴത്തിൽ പതിയാൻ കഴിയുന്ന ഒരു സാഹിത്യ രചനാ ശൈലിയാണ് ലൂക്കോസ് അവലംബിച്ചത്. നമുക്കറിയാം, മലയാള സാഹിത്യ ഭാഷയ്ക്കകത്ത് ഒരുപാട് ലാളിത്യമായ നിലയിൽ എഴുതിയിട്ടുള്ള ആളുകൾ, മുട്ടത്ത് നോക്കിയ പോലെയുള്ള ആളുകൾ. അവരുടെ എഴുത്തുകളൊക്കെ എന്ത് രസമാണ്, അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങളൊക്കെ എന്ത് രസമാണ്. പൊക്കക്കുറവാണ് എൻ്റെ പൊക്കം, അദ്ദേഹത്തിൻ്റെ വാക്കാണ്. ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മറക്കും. ചുമ്മാ അടിക്കോടുള്ള ആളുകളാണ്. പക്ഷേ OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ചുള്ള ആളുകൾക്കറിയാം, ഒരുമാതിരിപ്പെട്ട ആളുകൾക്കൊന്നും വായിച്ച് മനസ്സിലാക്കാൻ വലിയ പാടാണ്. ഞാൻ 3-4 പ്രാവശ്യം വായിച്ചിട്ടാണ് എനിക്കത് മനസ്സിലാക്കി. അപ്പുകളെയും മൈമിനെയൊക്കെ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതിന് പല പ്രയോഗങ്ങളും നമുക്ക് മനസ്സിലാക്കി. പാലക്കാടൻ ഭാഷ ഉൾക്കൊണ്ടുകൊണ്ട് ആ ശൈലി ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം എഴുതിയ രചന നമുക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ പകുതി വായിച്ചപ്പോഴും മുഴുവൻ അത് നിങ്ങൾക്ക് മനസ്സിലായതുപോലെ ആവുന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ കാര്യമാണ് ഒരു പ്രാവശ്യമൊക്കെ വായിച്ചത്. ഞാൻ എൻ്റെ ട്രെയിൻ യാത്രകളിലും വിദേശ യാത്രകളിലൊക്കെ പോകുമ്പോൾ ഈ പുസ്തകം കൂടെ കൂട്ടാറുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാൻ, കഥയൊന്നും ശരിയായിട്ട് അതിൻ്റെ ഒരു കഥാതത്വം ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാനായിട്ട് അത് വായിക്കാൻ പതിവായിരുന്നു. പക്ഷെ 3-4 തവണ വായിച്ചപ്പോൾ അതിൻ്റെ രസച്ചകൾ ഏതാണ്ടൊക്കെ ഒന്ന് പിടികിട്ടും. പക്ഷേ അതുപോലെയൊന്നുമല്ല മുട്ടത്ത് നോക്കിയ പോലെയുള്ള ആളുകൾ. നമുക്ക് അറിയാവുന്ന ഏറ്റവും പുതിയ ഹൃദയം കൊണ്ടുള്ള വൈരോപ്പിളിയുടെ കഥകളൊക്കെ എത്ര ഉണ്ട്. മാമ്പഴം പോലുള്ള കവിതകൾ മനസ്സിൽ ഏറ്റവും ഹൃദയം. തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുക, ഞാൻ സ്കൂളിൽ പോയവരോടാണ് ഈ സംസാരിക്കുന്നത്. തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുക, അമ്മതിൻ്റെ നേത്രത്തിൽ നിന്ന് നടന്നു ചുടുകണ്ണീർ. ആ കഥ എത്ര ഇന്നും സ്കൂളിൽ പഠിച്ചതെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാകും. ഏതാണ്ട് ഇതുപോലെ ഇതര സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. യോഹന്നാന്റെ സുവിശേഷമൊക്കെ മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ്. ഏതാണ്ട് റോമാലേഖനത്തെ പോലെ തന്നെ ഒരു സുവിശേഷമാണ് ഈ യോഹന്നാന്റെ സുവിശേഷം. അതിനകത്തെ ആശയങ്ങളും പ്രമേയങ്ങളും ഒക്കെ എങ്ങനെയാണ്
ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ വ്യത്യസ്തമായ ശൈലി പ്രയോഗവുമാണ് ലൂക്കോസ് രചിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹൈലി സിസ്റ്റമാറ്റിക്. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ തന്നെ ലൂക്കോസ് ഇങ്ങനെയാണ് എഴുതുന്നത്: ശ്രീമാനായ തെയോഫിലോസേ, അത് മുതൽ കണ്ടതും കേട്ടതുമായി ചരിത്രം ക്രമമായി ചമയ്ക്കേണ്ടത്. ക്രമമായി, ആ പ്രയോഗ ദിവസത്തിൽ ക്രമമായി. ഇതൊരു മോഡേൺ സുവിശേഷം. മർക്കോസിന്റെ സുവിശേഷമൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ട്. ആർക്കാണ് വേണ്ടി ഓർക്കാനിക്കുന്നവർക്കുണ്ട് അല്ലേ? ആത്മാർത്ഥതയില്ല ചില വിശ്വാസികൾ സാക്ഷ്യം പറയുന്നത്. മാത്രമല്ല, ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വാസ്തവെ സന്തോഷിപ്പിക്കാനായിട്ട് സാക്ഷ്യം പറയുന്നതിന് ഏതെങ്കിലും അതുപോലെ നമുക്ക് വായിച്ചു തോന്നാം. പക്ഷെ അന്നത്തെ കാലത്ത് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അതിനെ എഴുതാനുള്ള ഒരു പ്രതിസന്ധി മർക്കോസ് ഒരുപാട് നേരിടുന്നു. ഇതര സുവിശേഷന്മാർക്ക് അത്രയും പ്രയാസം ഉണ്ടായിട്ടില്ല. ലൂക്കോസ് കുറച്ചുകൂടെ ഗൗരവമായ നിലയിൽ പഠനം നടത്തി ആഴമായ നിലയിലാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് അത് രചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിനൊരു പാറ്റേൺ ഉണ്ട്. യേശുവിന്റെ ജനനം മുതലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായ പാറ്റേൺ, കൃത്യമായ നിലയിലാണ് അന്നത്തെ ഓറൽ ട്രഡീഷൻ സംവിധാനം അനുസരിച്ച് ലൂക്കോസ് എഴുതി ചേർത്തിട്ടുള്ളത്. ഏറ്റവും മനോഹാരിതയാണ് വായിക്കാൻ. അതുകൊണ്ട് നന്നായി ഈ സുവിശേഷം വായിച്ച് ധ്യാനിക്കാൻ ദൈവദാസന്മാരെന്ന എല്ലാ ആളുകളോടും ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ശുപാർശ ചെയ്തുകൊണ്ട് നമ്മൾ വായിച്ച വാക്യത്തിന്റെ ഗൗരവമായ പാഠഭാഗത്തേക്ക് വരിക. ഇതിനകത്തിരിക്കുന്നതിൽ 80-90% ആളുകളും ദൈവദാസന്മാരും അവരുടെ സഹധർമ്മിണികളുമാണെന്ന് ഞാൻ മനസ്സിലാക്കും. പിന്നീടുള്ളത് അവരുടെ സന്താനങ്ങളുമാണ്. അതിനപ്പുറത്തേക്കുള്ള ആളുകൾ ഒരുപക്ഷെ ഇതിനകത്തിരിക്കുന്നില്ല. ഞാൻ അടക്കമുള്ള ആളുകളില്ല. നമ്മൾ ഈ സുവിശേഷത്തിന്റെ വക്താക്കളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകൾക്ക് നമ്മളെല്ലാവരും ഇതിനോട് ചേർന്ന് സന്തോഷിച്ച് വരികയാണെങ്കിൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ യോഗത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ ഇന്നത്തെ സന്ദേശത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത്. നമുക്ക് ശകലം പോലും താല്പര്യമില്ലാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ പഠിക്കുക എന്നുള്ളത്. എന്താണ് പഠിക്കുക? യേശു ശിഷ്യന്മാർ കർത്താവിനോട് വന്ന് പറയുകയാണ്, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഇത് ശുശ്രൂഷകന്മാരുടെ സമ്മേളനമാണെന്ന് എനിക്കറിയാം. വാസ്തവത്തിൽ നമ്മുടെ ആനുവൽ മീറ്റിംഗ് ഇതിനകത്തിരിക്കുന്നതെല്ലാം വലിയ സുവിശേഷന്മാരാണ്. ഒരു മൈക്ക് കൊടുത്താൽ ഒരു പക്ഷേ നിന്ന് തകർക്കാൻ കഴിയുന്ന അഭിഷിക്തന്മാരായ ആളുകളാണ്. നിങ്ങളോട് വലിയപൂർവ്വം ആദ്യമേ ഞാൻ പറയുന്നത് കാര്യം, പ്രസംഗിക്കാൻ പഠിച്ചില്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പഠിക്കണം. നമ്മൾ ഇതിനെ ചെയ്യുന്നതാണല്ലോ. നമ്മൾ ചില കാലമായി പരിചയിച്ച് ചെയ്തിട്ടുള്ളൊരു കാര്യം. ഇത് നമുക്ക് ഗൗരവമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇച്ചിരി പാടാണ്. അതുകൊണ്ട് പഠിക്കുക എന്ന പാഠം വാസ്തവത്തിൽ ഇല്ലാതെ ഒരു ക്രിസ്തീയ ശുശ്രൂഷകന് വിജയിക്കാൻ പറ്റില്ല. ആത്മീയ ശുശ്രൂഷയിലാകട്ടെ ക്രിസ്തീയ ജീവിതത്തിലാകട്ടെ വിജയിക്കണം എന്നുണ്ടെങ്കിൽ, സക്സസ്ഫുൾ മിനിസ്റ്റർ ആകണം. നിനക്ക് പോയാൽ മതി എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വിജയിക്കുന്ന ഒരു സുവിശേഷകൻ പറഞ്ഞതുപോലെ സക്സസ്ഫുൾ മിനിസ്റ്റർ, അതാണ് ബൈബിൾ നമുക്ക് തരുന്ന നിയോഗം. ഒരു ശുശ്രൂഷൻ എന്നും വിജയിച്ചവനായിരിക്കണം, അവൻ ഘനശാലി ആയിരിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം യോഗത്തിന് വന്ന് മോന്ത വീർപ്പിച്ചിരിക്കുക എന്നുള്ളത്. അവൻ ഗൗരവപൂർവ്വം സുവിശേഷത്തെ കാണുന്നവനായിരിക്കും. അവൻ ആത്മീയ ശുശ്രൂഷയെ ഗൗരവത്തോടെ സഭായോഗം നടത്തി, വെള്ളിയാഴ്ച പ്രാർത്ഥന നടത്തി, ഇടയ്ക്കൊരു 3 ദിവസത്തെ കൂട്ടായ്മയൊക്കെ നടത്തി ഇങ്ങനെ നമ്പർ പഠിച്ച് പോവുക എന്നുള്ളതല്ല നമ്മുടെയൊക്കെ ഒരു ശുശ്രൂഷ. ഞങ്ങളിൽ നിന്നും പറയുന്നത് ഇതിനകത്തിരിക്കുന്ന ആളുകളെയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ ജനറലൈസ് ചെയ്തത് നമ്മുടെ ഒരു പൊതു മണ്ഡലത്തെ നിന്നുകൊണ്ട് അധികരിച്ചുകൊണ്ടാണ് എൻ്റെ വാക്കുകൾ പലതും ഞാൻ സംസാരിക്കുക. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ നിങ്ങളെ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റിലുള്ള ആളുകൾക്ക് വിചാരിക്കുന്നത് അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ ജനറലൈസ് ചെയ്ത സംബന്ധിച്ചത് നമ്മുടെ പൊതു ശുശ്രൂഷകന്മാരുടെ സ്വഭാവ ശൈലി അനുസരിച്ച് നമ്മുടെയൊക്കെ ഒരു ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാസ്കിലെ വെള്ളം കുടിച്ച് തീർക്കുന്നതും ശിവഗതാവിൽ 1500 പാട്ടൊക്കെ പാടി തീർക്കുന്നു, 150 സങ്കീർത്തന ഗ്രന്ഥം പ്രസംഗിച്ച് തീർക്കുന്നു, സക്സസ്ഫുൾ മിനിസ്റ്റർ ആണെന്ന് വിചാരിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇന്ന് വകയിൽ ആത്മാർത്ഥമായിട്ട് ഗൗരവമായി എന്റെ സന്ദേശത്തിന്റെ ആദ്യ പാഠം ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. പഠിക്കാൻ മനസ്സുള്ളവനാണ് വിജയിച്ച ശുശ്രൂഷ. പഠിക്കാൻ മനസ്സുള്ള ഇരുന്ന് പഠിക്കാൻ. അപ്പൊ പ്രസക്തമായൊരു ചോദ്യം, ആരിൽ നിന്ന് പഠിക്കണം? നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ എന്റെ പ്രസംഗ ശൈലി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ചില കാര്യങ്ങൾ അനുകരിക്കാൻ തോന്നും. അത് സ്വാഭാവികമാണ്. നമ്മളൊക്കെ പിടിച്ച് നിൽക്കുന്നതിന് നമുക്ക് മുമ്പ് പ്രസംഗിച്ച് പല ആളുകൾ ഉള്ളതുകൊണ്ട് നമ്മളെ പഠിപ്പിച്ച അധ്യാപകരെ നമ്മൾ അനുകരിക്കാൻ